വിവാഹത്തിന് മുമ്പ് ജാതക പരിശോധന വേണം എന്ന് പറയുന്നതിന് കാരണം എന്താണ്? മദ്യപിക്കുന്ന ഭാര്യമാരുണ്ട്, വഴിതെറ്റിപ്പോകുന്ന ഭാര്യമാരുണ്ട്, കർക്കശക്കാരികളുടെ ഭാര്യമാരുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം വിവാഹം കഴിക്കാൻ. അല്ലാതെ വിവാഹം കഴിച്ച ശേഷം നമ്മൾ അയ്യോ വയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളുടെ ജാതകത്തിൽ പൊരുത്തം 6 or 8 ഒക്കെ ഉണ്ട്, 10 ഉണ്ടെന്ന് സംഭവിച്ചു, 10 ൽ 10 പൊരുത്തം ഉണ്ടാവും. പക്ഷേ ഈ ആളുടെ ക്യാരക്ടർ എന്താണ്, ഈ ആളുടെ ശുക്രൻ്റെ അവസ്ഥ എന്താണ്, ഇതൊക്കെ നോക്കണം. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ കല്യാണം കഴിഞ്ഞിട്ട് ആണ് വേറോട് പോകും, പെണ്ണ് വേറോട് പോകുന്നു. പിന്നെ വിവാഹം കഴിഞ്ഞ ശേഷം ദാമ്പത്യ ജീവിതം മോശമാണ്, പുറത്തു പറയാതെ സഹിച്ച് ജീവിക്കുന്നവർ ഇപ്പോൾ കാലത്തില്ല. പണ്ടൊക്കെയാണ് സഹിക്കും, ഇപ്പോൾ എന്ത് വന്നു പറഞ്ഞാൽ 2ാം വാക്കിന് ഡൈവോഴ്സാണ്. 7ാം ഭാവാധിപൻ ശശിമംഗള യോഗത്തിൽ നിൽക്കുമ്പോൾ അതൊരു പരസ്ത്രീ ബന്ധം ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ ശുക്രൻ്റെ അവസ്ഥ, വിവാഹത്തിന് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ശുക്രൻ്റെ അവസ്ഥ. പുരുഷന്മാരുടെ ശുക്രന് ബലമില്ലെങ്കിൽ അവർക്ക് ദാമ്പത്യ ജീവിതം നയിക്കാൻ പറ്റില്ല. പിന്നെ പ്രധാനമായിട്ടും വശ്യപ്പൊരുത്തവും യോനിപ്പൊരുത്തവും ഉണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെ നോക്കിയ ശേഷം മാത്രമേ വിവാഹം കഴിക്കൂ. കുറേ ജാതകം നോക്കിക്കഴിയുമ്പോൾ അതിലൊന്നും പറ്റാതാവുമ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് ചേർക്കുന്ന ആൾക്കാരില്ല, തെറ്റാത്. അനിഴം, പൂയം, ഉത്രട്ടാതി, മകീരം, അവിട്ടം, ചിത്തിര, ഈ നക്ഷത്രങ്ങൾ പരസ്പരം വിവാഹം കഴിക്കാൻ പാടില്ല. വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല കാണാൻ സുമുഖനാണ്, എല്ലാം ഉണ്ട്, പക്ഷേ ദാമ്പത്യമില്ല. കാരണം സ്വവർഗരീതിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. കുട്ടി ജനിക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടി ജനിക്കുന്നതിന് മുമ്പായിട്ട് മാതാപിതാക്കൾ പ്രിപ്പയർ ആയിരിക്കണം. അങ്ങനെയല്ലാതെ വരുമ്പോഴാണ് ഈ ട്രാൻസ്ജെൻഡർ പോലത്തെ കുട്ടികൾക്ക് ജനിക്കുന്നത്. നമ്മുടെ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് അതനുസരിച്ചാണ് ഈ കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നത്. മാതാപിതാക്കളുടെ മനസ്സെപ്പോഴും ശുദ്ധമായിരുന്നാൽ മാത്രമേ നല്ല കുട്ടികൾ ഉണ്ടാവുള്ളൂ. ട്രാൻസ്ജെൻഡർ ആണോ എന്താണെന്നുള്ള കാര്യം നമുക്ക് ഒരു ജാതകം നോക്കുമ്പോൾ അറിയാം.